കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ശ്വസനനാളത്തിലെ അണുബാധയ്ക്ക് ചികിത്സയിലായിരുന്ന പോപ്പ് ഫ്രാൻസിസിന് ന്യൂമോണിയ കൂടി സ്ഥിരീകരിച്ച് വത്തിക്കാൻ വൃത്തങ്ങൾ. റോമിലെ ജെമലി ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഫെബ്രുവരി 14-നായിരുന്നു അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. ശ്വസനനാളിയിലെ അണുബാധയിൽ ആസ്തമാറ്റിക് ബ്രോങ്കൈറ്റിസ് കൂടി ഉൾപ്പെടുന്നതായും വത്തിക്കാൻ വൃത്തങ്ങൾ അറിയിച്ചു. മാർപ്പാപ്പയെ ലബോറട്ടറി പരിശോധനകൾക്കും ചെസ്റ്റ് എക്സ്റേയ്ക്കും വിധേയനാക്കിയെന്നും ആരോഗ്യനില ആശങ്കകരമായി തുടരുകയാണെന്നും വത്തിക്കാൻ വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ അദ്ദേഹം തീർത്തും ശാന്തനാണെന്നും ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ ശക്തിയാണത് പിടിച്ചു നിർത്തുന്നതെന്നും വത്തിക്കാൻ അറിയിച്ചു. പോപ്പ് ആശുപത്രിയിലായതിനാൽ ഈ വാരാന്ത്യത്തിൽ അദ്ദേഹം വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയില്ല എന്ന് വത്തിക്കാനിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ബ്രോങ്കൈറ്റിസ് ബാധിച്ച് കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് പനി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ആരോഗ്യനില ഏറെക്കുറെ തൃപ്തികരമായിരുന്നു. എന്നാൽ ന്യൂമോണിയ ബാധിതനായി ആശുപത്രിയിൽ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ ഇത്തവണ അദ്ദേഹത്തിന് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നിരിക്കുകയാണ്. നേരത്തെ 21 വയസ്സുള്ളപ്പോൾ പൾമണറി ഇൻഫെക്ഷൻ മൂലം അദ്ദേഹത്തിന്റെ ശ്വസന കോശങ്ങളിലൊന്നിന്റെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശൈത്യകാലത്ത് ബ്രോങ്കൈറ്റിസിനുള്ള സാധ്യത കൂടുതലാണ്. 2023-ൽ ന്യൂമോണിയ ബാധിച്ചപ്പോൾ 3 ദിവസങ്ങൾ മാത്രമാണ് അദ്ദേഹം ആശുപത്രിയിൽ ചെലവിട്ടത്. മാത്രമല്ല, ആശുപത്രിയിൽ നിന്നും ആരോഗ്യവാനായി പുറത്തു വന്നതിന് ശേഷമായിരുന്നു ഇക്കാര്യം പുറത്തുവിട്ടത്. പോളിമൈക്രോബിയൽ ബ്രോങ്കൈറ്റിസ് ഉള്ളതിനാൽ ന്യൂമോണിയ ബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്നാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും പറയുന്നത്. ഇപ്പോഴത്തെ ചികിത്സ ഫലം കണ്ടു തുടങ്ങാൻ 4-5 ദിവസം എടുക്കുമെന്ന് അവർ പറയുന്നു. അതേസമയം പോപ്പ് ഫ്രാൻസിസ് തികച്ചും ശാന്തനായാണ് ആശുപത്രിയിൽ കഴിയുന്നതെന്ന് വത്തിക്കാൻ വൃത്തങ്ങൾ അറിയിച്ചു. പ്രാതൽ കഴിക്കുകയും വർത്തമാന പത്രങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വത്തിക്കാന്റെ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ പോപ്പ് വ്യക്തിപരമായി പങ്കെടുക്കേണ്ട ചില പരിപാടികൾ മാറ്റിവെച്ചിട്ടുണ്ട്.